ഇനി നമ്മൾ അടുത്ത വാർത്തയെന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീ പീഡനം അല്ലെങ്കിൽ ഗാർഹിക പീഡനം എന്ന് തന്നെയാണ് പറയേണ്ടി വരും. കാരണം നമ്മൾ കുറേ നാളുകളായിട്ട് കേൾക്കുന്ന കാര്യം സ്ത്രീകളെ ഇങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുക. ഇപ്പം കുറേ നാളായിട്ട് സ്ത്രീധനം കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ പേരിലായിരുന്നു. ഇപ്പം ചിലരാണെങ്കിൽ ബോഡി ഷേമിങ് നടത്തും, അല്ലെങ്കിൽ ചിലർ ഇത് എന്താണ് പൈസ ഇല്ല എന്ന് പറഞ്ഞ് നടത്തും, അല്ലെങ്കിൽ ജോലിയില്ല, വണ്ണമില്ല, കളറില്ല, ജാതി, അങ്ങനെ ഒരുപാട് കുറേ റീസൺസ് ഉണ്ടാവുമല്ലോ നമ്മളെ ഇങ്ങനെ പീഡിപ്പിക്കാനാണ്. അപ്പം ഭർത്തൃബന്ധുക്കളുടെ ശരീര അധിക്ഷേപവും ഗാർഹിക പീഡനമായിട്ടാണ് ഇപ്പം കോടതി പറയുന്നത്. സ്ത്രീകൾക്ക് ഭർതൃവീട്ടിൽ ശരീര അധിക്ഷേപം ഉണ്ടായാൽ അത് ഗാർഹിക പീഡനമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതായത് നമ്മളെ ബോഡി ഷേമിങ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഗാർഹിക പീഡനമാണെന്നാണ് പറയുന്നത്. കാരണം ചിലരൊക്കെ പറയാറുണ്ടല്ലോ, നിനക്ക് വണ്ണം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ എന്ത് വണ്ണം, നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ പെണ്ണിന് തീരെ ഭയങ്കര വണ്ണമാടാ, നീ എങ്ങനെയാണ് ഇവളുടെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ണമില്ലാത്ത ആൾക്കാരെയും വണ്ണമില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിപ്പം കല്യാണം കഴിഞ്ഞ ആൾക്കാരെ മാത്രമല്ല, കല്യാണം കഴിയാത്ത ആൾക്കാരെ കൂടി വണ്ണമില്ല അല്ലെങ്കിൽ അമിത വണ്ണമാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. അപ്പം അങ്ങനെ കളിയാക്കുകയാണെങ്കിൽ അത് ഒരു ഗാർഹിക പീഡനമാണെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഭർത്തൃ സഹോദരങ്ങളുടെ ജീവിത പങ്കാളികളും ആ വീട്ടിലുണ്ടെങ്കിൽ ഗാർഹിക പീഡനം ബാധകമായ ബന്ധുക്കളുടെ ഗണത്തിൽ വരും. അപ്പം ഭർത്താവിൻ്റെ സഹോദരങ്ങളുടെ ജീവിത പങ്കാളികളും ആ വീട്ടിലുണ്ടെങ്കിൽ അവരും ഈ ഗാർഹിക പീഡനം ബാധകമായിട്ടുള്ള ബന്ധുക്കളുടെ ഗണത്തിലാണ് വരുന്നത്. ഗാർഹിക പീഡന കേസിൽ കുത്തുപ്പറമ്പ് പോലീസിൻ്റെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 3ാം പ്രതിയായ ഭർത്തൃ സഹോദര ഭാര്യ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് എ ബദ്റുദ്ദീൻ്റെ ഉത്തരവ്. യുവതിക്ക് ബോഡി ഷേപ്പ് ഇല്ലെന്നും യുവാവിന് യോജിച്ച പെണ്ണല്ലെന്നും സുന്ദരിയെ കിട്ടുമായിരുന്നുവെന്നും മറ്റും പറഞ്ഞ് ഹർജിക്കാരിയെ അധിക്ഷേപിച്ചെന്നാണ് ആരോപണം. അപ്പം ഈ പെൺകുട്ടിയെ ബോഡി ഷേമിങ് ചെയ്തിരിക്കുകയാണ്. അതായത് ബോഡി ഷേപ്പ് ഇല്ല, ഇതിനേക്കാളും നല്ല പെൺകുട്ടിയെ കിട്ടും, സൗന്ദര്യമുള്ള നേരത്തെ സുന്ദരിയെ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ജസ്റ്റ് തമാശ പറയാമെന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഒരുപക്ഷെ സം പോയിന്റ്സ് നമുക്കത് ഫീൽ ആവും, പക്ഷെ അവർക്കത് മനസ്സിലാവത്തില്ല. അപ്പം അങ്ങനെ ഈ പെൺകുട്ടീനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ശരിക്കും MBBS യോഗ്യതയുണ്ട് എന്ന് സംശയം ഉന്നയിച്ചത് കൂടാതെ ബിരുദരേഖ സംഘടിപ്പിച്ച് പരിശോധിക്കുകയും ചെയ്തു. അപ്പം ഈ കുട്ടി MBBSന് യോഗ്യതയുണ്ട് എന്ന് പോലുമുള്ള സംശയം അവർക്കുണ്ടായിട്ട് അവർ രേഖയൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്തു. അധിക്ഷേപം വയ്യാതെ യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഭർത്താവും ഭർത്തൃപിതാവുമാണ് 1ഉം 2ഉം പ്രതികൾ. അപ്പം നിരന്തരം ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് എന്തായാലും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ പെൺകുട്ടിയുടെ വീട്ടിൽ അപ്പം അച്ഛനും ഭർത്താവുമാണ് 1ാമത്തെയും 2ാമത്തെയും പ്രതികൾ. ഇത്തരം ആരോപണങ്ങൾ ഗാർഹിക പീഡനമാകുമോ, ഭർത്തൃ സഹോദര ഭാര്യ ഗാർഹിക പീഡന നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നീ നിയമ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിച്ചത്. ഭർത്താവ്, മക്കൾ, ഭർത്തൃബന്ധുക്കളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അനന്തരവൻ, അനന്തരവൾ, ചെറുമക്കൾ തുടങ്ങി ഒപ്പം താമസിക്കുന്ന ഭർത്തൃ സഹോദരങ്ങളുടെ ജീവിത പങ്കാളികളും IPC 498A ബാധകമായ ബന്ധുവാകുമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. അപ്പം ഇവരെല്ലാം നമ്മളെ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ പീഡിപ്പിച്ചാൽ അവരും ഈ കേസിൽ ഉൾപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പം സാധാരണ എല്ലാവരും പറയും 1ഉം 2ഉം പ്രതികൾക്ക് മാത്രം ഇത് കൊടുത്താൽ മതി. പക്ഷെ ഇവരെല്ലാം ഇപ്പം അച്ഛനും അമ്മയും മാത്രമല്ലല്ലോ, പെങ്ങന്മാരുണ്ടെങ്കിൽ അവരും കളിയാക്കും. ഇനിയിപ്പോൾ ആങ്ങളയുടെ വൈഫ് ഉണ്ടെങ്കിൽ അവരും നമ്മളെ കളിയാക്കും. നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാള് മാരേജിന് നമ്മളോട് താല്പര്യം ഇല്ലാതെ അവർ കല്യാണം കഴിച്ചത് ചെറുക്കൻ്റെ മാത്രം താല്പര്യത്തിന് കല്യാണം കഴിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഇവരിങ്ങനെ കളിയാക്കും. അപ്പോൾ ആ ഒരു ഇങ്ങനെ കളിയാക്കുകയാണെങ്കിൽ ഇത് ശരീര അധിക്ഷേപം നടത്തുകയാണെങ്കിൽ അതും ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുമെന്നാണ് കോടതി ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അത് നല്ല കാര്യമാണ്. കുറേ ആൾക്കാരിങ്ങനെ വെറുതെ കളിയാക്കാനായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ എല്ലാം പിടിച്ച് പോലീസ് അകത്തിടുകയാണ് വേണ്ടത്. ഓക്കെ.